നാം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു നാൾ ജനിച്ച് കുറെ കാലം ജീവിച്ച് അവസാനം ഒരു നാൾ മരിക്കുവാനുള്ളതാണ് ജീവിതം. കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ലോകത്ത് ചില വ്യക്തികളെ അവർ മൺമറഞ്ഞ് കാലങ്ങൾ കടന്നിട്ട് പോലും ഇന്നും ഭക്തി അവർക്ക് സാധിക്കുന്നു. ഇതിന് കാരണം അവരുടെ ബാഹ്യ സൗന്ദര്യമോ ശാരീരിക ഗുണങ്ങളോ അല്ല. ശാരീരിക സൗന്ദര്യമുള്ള എത്രയോ പേർ അവരുടെ ജീവിതത്തിന്റെ സുവർണ നാളുകൾ പിന്നിടുമ്പോൾ തന്നെ വിസ്മരിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ മഹത് വ്യക്തികൾക്ക് കിട്ടുന്ന ബഹുമാന്യതയ്ക്കും ആരാധനയ്ക്കും ഉള്ള അടിസ്ഥാനം എന്താണ്? ശ്രേഷ്ഠ ഗുണങ്ങളാലും വൈശിഷ്ട്യങ്ങളാലും അലങ്കരിക്കപ്പെട്ട അവരുടെ ആന്തരിക സൗന്ദര്യമാണ് അവരെ മനുഷ്യ മനസ്സുകളിൽ ഇന്നും ആരാധ്യരാക്കി തീർത്തത്. ഇപ്രകാരം ലോകത്തിനു മുന്നിൽ ബഹുമാന്യരായി ജീവിക്കുവാനാണ് ഓരോ മനുഷ്യനും പ്രയത്നിക്കുന്നത്. പക്ഷേ അതിനവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. താത്കാലികമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ അറിയാമായിരുന്നിട്ട് കൂടി ചിലർ ധനവും മറ്റു വസ്തുവൈഭവങ്ങളും തരുന്ന ബാഹ്യ സമൃദ്ധിക്ക് പിന്നാലെ പോകുന്നു. മറ്റു ചിലർ ആന്തരിക സമൃദ്ധിയും സൗന്ദര്യവുമാണ് യഥാർത്ഥവും ശാശ്വതവുമെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതിനുള്ള വഴിയറിയാതെ കുഴങ്ങുന്നു. ചിലർ അന്വേഷണം തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. സ്ഥൂല സമ്പത്തും സുഖം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളും ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നിട്ടും മനുഷ്യൻ ആന്തരികമായി ദരിദ്രനാണ്. ഈ ആന്തരിക ദാരിദ്ര്യം നീക്കുവാൻ, ആ കുറവ് നികത്തുവാൻ വേണ്ടത് ജ്ഞാനമാണ്. സത്യമായ ജ്ഞാനം അഥവാ ആധ്യാത്മിക ജ്ഞാനം. മനുഷ്യന് ജ്ഞാനം നൽകി സദ്ഗുണ സമ്പന്നമാക്കുക എന്ന ലക്ഷ്യം കാണിച്ച് അതിനുള്ള മാർഗനിർദ്ദേശവും ശക്തിയും പ്രചോദനവും നൽകി മനുഷ്യനെ ദേവതുല്യനാക്കുക എന്നതാണ് ഈ വിദ്യാലയത്തിന്റെയും ഇവിടുത്തെ പഠനത്തിന്റെയും ലക്ഷ്യം. ആധ്യാത്മിക ജ്ഞാനത്തിലെ ആദ്യ പാഠമാണ് ഞാൻ ആര് എന്ന സമസ്യയുടെ ഉത്തരം. നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്ന് ഒന്നാലോചിച്ചാൽ അത് ഞാൻ, എന്റെ എന്നിവയാണെന്ന് മനസ്സിലാക്കാം. എന്റെ ശരീരം, എന്റെ വീട്, എന്റെ രാജ്യം, എന്റെ ലോകം എന്നു തുടങ്ങി പ്രപഞ്ചത്തിന്റെ മുഴുവൻ അറിവും ഉണ്ടെന്ന് പറയുന്ന മനുഷ്യന് ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തവും കൃത്യവുമായ ഉത്തരമില്ല. തന്റെ പേരും തന്റെ തൊഴിൽ മേഖലയും തന്റെ മേൽവിലാസവും തന്റെ കഴിവുകളുമെല്ലാം ചേർന്നാൽ ഞാനായി എന്ന മിഥ്യാധാരണയിലാണ് മനുഷ്യനെന്ന് ചിന്തകളെ പ്രപഞ്ച സീമയോളം വായിക്കുന്ന അവന് തന്നെക്കുറിച്ച് ചിന്തിച്ച് ഈ പ്രാഥമികവും ലളിതവുമായ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അഥവാ നാം ഓരോരുത്തരും ബാഹ്യനേത്രങ്ങളാൽ കാണാൻ കഴിയുന്ന ഈ ശരീരമല്ല, മറിച്ച് ഈ ശരീരത്തിനുള്ളിലിരുന്ന് അതിനെ നിയന്ത്രിക്കുകയും ചിന്തകൾ രചിക്കുകയും ചെയ്യുന്ന ചൈതന്യ ശക്തിയായ ആത്മാവാണ് നാം. ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ ഒരു പ്രകാശ കണമായി വിളങ്ങുന്ന ആത്മാവാണ് കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം. ശരീരത്തിലുള്ള കണ്ണുകളും ചെവികളും നാവുമെല്ലാം അതിനാവശ്യമായ ഉപകരണങ്ങൾ മാത്രം. ഒരു കാറിനെ നല്ല നിയന്ത്രണത്തിൽ ഓടിക്കുവാൻ ഡ്രൈവർക്ക് വിവിധ യന്ത്രഭാഗങ്ങൾ ആവശ്യമുള്ളതുപോലെ ആത്മാവിനും
കർമ്മേന്ദ്രിയങ്ങളിലൂടെ ശരീരമാകുന്ന യന്ത്രത്തെ നിയന്ത്രിച്ച് ബാഹ്യലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു. ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയും. അതായത് ശരീരത്തിന് ജീവനും ചൈതന്യവും പകരുന്നത് ആത്മാവാണ്. ആത്മാവില്ലാത്ത ശരീരം പ്രവർത്തനരഹിതമായ ഒരു യന്ത്രം പോലെ ജഡമാണ്. ആത്മാവിലാണ് ചിന്തിക്കുന്ന ശക്തിയായ മനസ്സും തീരുമാനങ്ങളെടുക്കുന്ന ശക്തിയായ ബുദ്ധിയും അടങ്ങിയിരിക്കുന്നത്. കൂടാതെ തന്റെ സ്വഭാവങ്ങളെയും കഴിവുകളെയും വാസനകളെയും പ്രകടമാക്കുന്ന സംസ്കാരവും ആത്മാവിലാണുള്ളത്. മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്ന തലങ്ങളിലേക്ക് അവന്റെ സംസ്കാരം ഉയരുകയും താഴുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് നാം അവരെ ദേവാത്മാവെന്നും മഹാത്മാവെന്നും പുണ്യാത്മാവെന്നും പാപാത്മാവെന്നും വിളിക്കുന്നു. ബാഹ്യരൂപമൊഴിച്ച് വ്യക്തികളിൽ നാം കാണുന്ന നല്ലതോ അല്ലാത്തതോ ആയ ഗുണങ്ങളെല്ലാം ആത്മാവിൻ്റേതാണ്. ഇപ്രകാരം കർത്താവായി വർത്തിക്കുന്ന ആത്മാവ് അജന്മാവാണ്, അമരനാണ്. ജനന മരണങ്ങളും ബാല കൗമാര യൗവനാദി അവസ്ഥകളും ബാധിക്കുന്നത് ശരീരത്തെയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം ഉയരുന്നു. ആത്മാവിന് ജനന മരണമില്ലെന്നിരിക്കെ ശരീരം ലഭിക്കും മുമ്പേ ആത്മാവ് എവിടെയായിരുന്നു? ശരീരം നഷ്ടപ്പെട്ടതിന് ശേഷം ആത്മാവ് എവിടേക്ക് പോകും? ഈ ചോദ്യത്തിനുത്തരം നമ്മെ അടുത്ത ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. സ്ഥൂലനേത്രങ്ങൾ കൊണ്ട് നേരിട്ടും അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിജ്ഞാനം കൊണ്ടും മനുഷ്യൻ അറിയുന്ന പ്രപഞ്ചം യഥാർത്ഥത്തിൽ വിശാലമായ ബ്രഹ്മാണ്ഡത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിന്റെ കോടിയിലൊരംശം മാത്രമായ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് ആത്മാക്കൾ വിവിധ രൂപത്തിലുള്ള മനുഷ്യ ശരീരമാകുന്ന വേഷങ്ങൾ ധരിച്ച് ഒരു നാടകത്തിൽ എന്ന പോലെ അഭിനയിക്കുന്നത്. സാകാര മനുഷ്യലോകമെന്ന ഈ പ്രപഞ്ചത്തിനുപരിയായി സൂക്ഷ്മ ശരീരധാരികൾ വസിക്കുന്ന സൂക്ഷ്മലോകമുണ്ട്. അതിനും ഉപരിയാണ് സ്വർണ്ണ ചുവപ്പ് നിറമാർന്ന പ്രഭ നിറഞ്ഞ ആത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ, അതായത് സൂക്ഷ്മപ്രകാശ കണികയുടെ രൂപത്തിൽ അധിവസിക്കുന്ന പരമധാമം അഥവാ ആത്മലോകം. സാകാര ലോകത്തിലെ പോലെ ശബ്ദമോ ചലനമോ ഇല്ലാത്ത ആ ലോകത്ത് സമ്പൂർണ്ണ ശാന്തത വ്യാപിച്ചിരിക്കുന്നതിനാൽ അതിനെ ശാന്തിധാമമെന്നും നിർവാണധാമം എന്നും പറയുന്നു. ഭാരതീയ വേദഗ്രന്ഥങ്ങളിൽ ബ്രഹ്മലോകം എന്ന് വിളിക്കുന്ന ഈ ലോകത്തിൽ പരമമായ ശാന്ത അവസ്ഥയിൽ ഇരുന്ന ആത്മാവ് ഭൂമിയിൽ ശരീരം ധാരണ ചെയ്യുമ്പോൾ ശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നതിനും കാരണം മറ്റൊന്നുമല്ല. ശാന്തി എന്നത് ആത്മാവിന്റെ സ്വധർമ്മമാണ്, നിജസ്ഥിതിയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ ഏതൊരു വ്യതിചലനവും ആത്മാവിനെ തിരികെ സ്വധർമ്മത്തിലെത്തുവാൻ പ്രേരിപ്പിക്കുന്നു. ആത്മാവ് പരമധാമത്തിലിരിക്കുമ്പോൾ സമ്പൂർണ്ണ പവിത്രമായിരിക്കും. എന്നാൽ ഈ സൃഷ്ടി നാടകത്തിൽ പല പല വേഷങ്ങൾ എടുക്കുമ്പോൾ, അതായത് പല പല ജന്മങ്ങൾ എടുക്കുമ്പോൾ ആത്മാവ് തന്റെ പവിത്ര സ്ഥിതിയിൽ നിന്നും അധപ്പതിക്കുന്നു. ശരീരത്തിലോ വസ്ത്രത്തിലോ പറ്റുന്ന അഴുക്കുമാറ്റുവാൻ ശുദ്ധ ജലം ആവശ്യമുള്ളതുപോലെ
ആത്മാവിലെ അഴുക്കുമാറ്റുവാൻ ശുദ്ധ വിചാരങ്ങൾ ആവശ്യമാണ്. അതത്രേ ഈശ്വര വിചാരം. പക്ഷേ ഈശ്വരന്റെ ഗുണങ്ങളും ശക്തികളും സമ്പൂർണ്ണ പരിചയവും ഇല്ലാത്ത യഥാർത്ഥമായ ഈശ്വര വിചാരം ഉണ്ടാകുന്നതെങ്ങനെ? ഈ അന്വേഷണം നമ്മെ ആ പരമസത്യത്തിന്റെ വാതിൽക്കൽ എത്തിക്കുന്നു. ഇന്ന് ലോകത്തുള്ള വിവിധ മതവിശ്വാസങ്ങളിലുള്ള ഈശ്വര സങ്കല്പങ്ങൾ പരിശോധിച്ചാൽ അവ തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് സത്യം മനസ്സിലാക്കാം. മനുഷ്യാകാരമില്ലാത്തതും പ്രപഞ്ചാതീതമായ പരമധാമത്തിൽ വസിക്കുന്നതും പരമശക്തിയുമായ ഈശ്വരനിലേക്ക് എല്ലാ വിശ്വാസങ്ങളും വിരൽ ചൂണ്ടുന്നതായി കാണാം. ഏതു വിശ്വാസിയും ഭഗവാനെന്ന് മനസ്സിൽ പറയുമ്പോൾ മനസ്സും നേത്രങ്ങളും ആകാശത്തിലേക്ക് പോകുന്നതും ഈ അടിസ്ഥാന സാമ്യത്തിന്റെ തെളിവാണ്. സമസ്ത മാനവർക്കും മംഗളമേകുന്നവൻ എന്ന അർത്ഥത്തിൽ ശിവൻ എന്ന പേരിൽ ഭാരതത്തിൽ ആരാധിക്കപ്പെടുന്ന ഈശ്വരന് വിവിധ ഭാഷകളിൽ അല്ലാഹു, യഹോവ, ഖുദ എന്നീ നാമങ്ങളുമുണ്ട്. ആത്മാവിന്റെ രൂപത്തെ പോലെ തന്നെ ജ്യോതിർബിന്ദുവാണ് ഈശ്വരന്റെ രൂപം. എന്നാൽ മാനുഷികമായ ആകാരമില്ലാത്തതിനാൽ നിരാകാരനെന്ന് വിളിക്കപ്പെടുന്ന ആ സർവേശ്വരന്റെ ആരാധനാരൂപങ്ങളാണ് ഭാരതത്തിലെമ്പാടും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗങ്ങൾ. ശക്തികളിലും ഗുണങ്ങളിലും ജ്ഞാനത്തിലും പരമോന്നതനാകയാൽ പരമാത്മാവായ ശിവൻ ആ ദിവ്യഗുണങ്ങളുടെയും ശക്തികളുടെയും ദാതാവെന്ന നിലയിൽ സർവ ആത്മാക്കളുടെയും പരമപിതാവാണ്. ഈ മനുഷ്യ സൃഷ്ടിയുടെ ആദിമധ്യാന്തങ്ങളുടെ ജ്ഞാനം ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ ജ്ഞാനസാഗരനും ജനന മരണ ചക്രത്തിൽ വരാത്തതിനാൽ ആ ജന്മാവും അമരനുമായ പരമാത്മാവ് കർമ്മത്തിനും കർമ്മഫലത്തിനും സുഖ ദുഃഖങ്ങൾക്കും അതീതനായ അഭോക്താവുമാണ്. ഭൂമിയിൽ ധർമ്മഗ്ലാനി സംഭവിക്കുമ്പോൾ സ്വയം അവതരിച്ച് ധർമ്മ സംസ്ഥാപനം ചെയ്യുകയാൽ സ്വയം ഭൂവെന്നും പതീത പാവനമെന്നും പരമാത്മാവിനെ ലോകം വാഴ്ത്തുന്നു. ഇപ്രകാരം സർവമാനവർക്കും ആരാധ്യനായ സർവരുടെയും പ്രിയ താതനായ ഈശ്വരനിൽ നിന്നും നാം അകന്നതിന്റെ ഫലമായി ഇന്ന് മനുഷ്യ മനസ്സുകളിൽ അശാന്തിയും അതൃപ്തിയും വ്യാപിച്ചിരിക്കുന്നു. ഈശ്വരനിൽ നിന്നും നമ്മൾ അകലാനുള്ള കാരണം എന്താണ്? നാം സ്വയം ആത്മാക്കളാണെന്ന് സത്യം മറന്ന് ദേഹബോധത്തിൽ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ പരമാത്മാവായ ഈശ്വരനെ പരമപിതാവും ആത്മരൂപികളായ നമ്മുടെ സഹചരെ സഹോദരങ്ങളായും കാണുവാനുള്ള കാഴ്ച നമുക്ക് നഷ്ടമായി. അജ്ഞാനത്തിന്റെ ഈ ഘോര തമസ്സിൽ ദിശയറിയാതെ ക്ലേശിക്കുന്ന തന്റെ പ്രിയ സന്താനങ്ങളുടെ പ്രാർത്ഥന കേട്ട് സ്നേഹസാഗരനായ ഭഗവാൻ വീണ്ടും ജ്ഞാനപ്രകാശം ചെരിഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. രാവിലും പ്രഭാതത്തിനും ഇടയ്ക്കുള്ള ഈ സംഗമവേളയിൽ നമ്മെ ദേവതുല്യരാക്കി ലോകത്തെ സ്വർഗമാക്കി മാറ്റുവാനായി സർവശക്തൻ ഭൂമിയിൽ ദിവ്യാവതാരം ചെയ്തിരിക്കുന്നു. പരമാത്മാവിനെക്കുറിച്ച് ഓർമ്മിച്ച് ദിവ്യഗുണങ്ങൾ ആർജിച്ച് നമുക്കും ഈ ദിവ്യ കർത്തവ്യത്തിൽ സഹയോഗികളാകാം. എങ്കിൽ പിന്നെ പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിന് എന്തെങ്കിലും ആചാരക്രമങ്ങളുണ്ടോ? ഏതെങ്കിലും ആരാധനാവിധികളുണ്ടോ? സമയത്തിന്റെയോ ഭാഷയുടെയോ നിബന്ധനകളും ഉണ്ടോ?
നമുക്കുള്ള ബന്ധത്തിന്റെയും ആ ബന്ധത്തിന്റെ ആഴത്തിന്റെയും ആധാരത്തിലാണ് മനുഷ്യന്റെ ജനനം. യോഗം എന്ന് പറയുന്നു. പരമാത്മാവുമായി യോഗം അഥവാ ബന്ധം വച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആത്മാവ് കർമ്മേന്ദ്രിയങ്ങളുടെയും മനോബുദ്ധി സംസ്കാരങ്ങളുടെയും മേൽ നിയന്ത്രണം നേടി അവയുടെ രാജാവാകുന്നതിനാണ് രാജയോഗം എന്ന് പറയുന്നത്. ഇപ്രകാരം രാജയോഗം അഭ്യസിക്കുന്ന ആത്മാവിലേക്ക് പരമാത്മാവിൽ നിന്നും ശാന്തി, സ്നേഹം, പവിത്രത, ദയ തുടങ്ങിയ ഈശ്വരീയ ഗുണങ്ങളുടെ പ്രവാഹമുണ്ടായി ആ ആത്മാവിന്റെ സ്വഭാവ സംസ്കാരങ്ങൾ പരിവർത്തനപ്പെടുകയും ആ വ്യക്തിയുടെ സമ്പർക്കത്തിൽ വരുന്ന വ്യക്തികളിൽ അതിന്റെ പ്രഭാവമുണ്ടാകുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു ദീപത്തിൽ നിന്നും പല ദീപങ്ങൾ തെളിയുന്നത് പോലെ ഒരു വ്യക്തിയിൽ നിന്നും അനേകരിലേക്ക് ഈ ജ്ഞാനദീപം തെളിഞ്ഞ് ലോകമാകെ വ്യാപിച്ച് ഒരു നവപ്രഭാതത്തിലേക്ക് നമ്മൾ ആശിക്കുന്ന ആ നവയുഗത്തിലേക്ക് നമ്മെ നയിക്കുവാനുള്ള ഈശ്വരീയ കർത്തവ്യത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങാമെന്ന സങ്കല്പത്തിൽ നമുക്ക് അല്പനേരം പരമാത്മാവിന്റെ ദിവ്യസ്മരണയിൽ സ്ഥിതി ചെയ്യാം. അതിനുവേണ്ടി മനസ്സിനെ ശാന്തമാക്കി വെച്ച് ഇനി പറയുന്ന സങ്കല്പങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക.